ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥി സൊഹ്റാൻ മാംദാനി കൈകൊണ്ട് ബിരിയാണി കഴിച്ചത് ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു. അത് സിവിലൈസ്ഡ് ആയിട്ടുള്ള, അതായത് പരിഷ്കാരമുള്ള ജനങ്ങളൊന്നും കൈകൊണ്ട് ഭക്ഷണം കഴിക്കില്ല എന്നാണ് ലോറ ലൂമർ എന്ന് പറഞ്ഞൊരു പ്രസിഡന്റ് ട്രംപിൻ്റെ വലിയ കൂട്ടാളിയാണെന്നാണ് പറയുന്നത്. അവർ വിചാരിച്ചിട്ട് കുറേ ആളുകളെയൊക്കെ, ഉന്നത സ്ഥാനത്തുള്ള ആളുകളെയൊക്കെ ഫയർ ചെയ്യാൻ ഒക്കെ കഴിഞ്ഞ ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അത് ഏറ്റുപിടിക്കാനും അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും ആളുകളുണ്ടായി. അതിന് പുറമെ നേരത്തെ ഈ വിവേക് രാമസ്വാമി, അദ്ദേഹം പ്രസിഡന്റ് ട്രംപിൻ്റെ കൂട്ടാളിയാണ്, ഒഹായോ ഗവർണർ സ്ഥാനാർത്ഥി. അദ്ദേഹം ചെരുപ്പൊന്നും ഇടാതെ വീട്ടിലിരുന്ന് ഒരു TV ഇൻ്റർവ്യൂവിനോ മറ്റോ പങ്കെടുത്തു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ കണ്ട് അതിനെതിരെയും ശക്തമായ വിമർശനമുണ്ടായി. വീട്ടിൻ്റെ അകത്ത് ചെരുപ്പിടാതെ അമേരിക്കക്കാർ നടക്കില്ല, അപ്പോൾ അത് വളരെ അൺസിവിലൈസ്ഡ് ആണ് എന്നാണ് പിന്നെ ആക്ഷേപം ഉയർന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ രീതിയല്ല ഫോളോ ചെയ്യുന്നത്, അതിനാൽ നിങ്ങളെല്ലാം അൺസിവിലൈസ്ഡ് ആണ്, സംസ്കാരമില്ലാത്തവരാണെന്നാണ് ഈ തീവ്ര വലതുപക്ഷക്കാർ ഒക്കെ പറയുന്നത്. എന്തായാലും ആണെങ്കിലും ഇല്ലെങ്കിലും വീട്ടിൽ ചെരുപ്പ് ഇടുക, ഇന്ത്യയിലും മറ്റും വീടിൻ്റെ ഉള്ളിൽ ചെരുപ്പിടുക അത്ര പതിവുള്ള കാര്യമല്ല. ചുരുക്കമായിട്ട് റബ്ബർ ചെരുപ്പും മറ്റും ഇടാറുണ്ട് എന്ന് മാത്രം. അപ്പോൾ അത് ഇവിടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു മോശപ്പെട്ട കാര്യമാണെന്ന് നമ്മൾ കരുതിയില്ല. പക്ഷേ അതൊക്കെ എല്ലാം തെരഞ്ഞെടുപ്പ് രംഗത്ത് അതെല്ലാം പ്രശ്നം തന്നെ. കൈകൊണ്ട് ബിരിയാണി കഴിച്ചാൽ ബിരിയാണി പിന്നെ എങ്ങനെ കഴിക്കാൻ പറ്റും എന്നുള്ളതും ഒരു പ്രശ്നമാണ്. കൈകൊണ്ടല്ലാതെ സ്പൂണ് കൊണ്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അങ്ങനെയും കഴിക്കാം. എന്തായാലും അതൊരു വിവാദ വിഷയമായി മാറിയിരിക്കുന്നു. അപ്പം അതിൻ്റെ കൂടെ വായിക്കേണ്ടത്, ഈ മാംദാനിയുടെ വിജയം നമുക്കിപ്പോൾ ഏകദേശം ഉറപ്പിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിലെല്ലാം മനസ്സിലാവുന്നത്. ഈ പ്രൈമറിയിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പം ഇത്രയൊക്കെ വോട്ട് മതി ഈ ഇലക്ഷനിലും ജയിക്കാനായിട്ട്. ഈ വോട്ട് അവിടെ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഉണ്ടാകും. കൂടുതൽ വോട്ടുകൾ വരികയുള്ളൂ. കാരണം കൂടുതൽ യൂണിയനുകളും സംഘടനകളും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് രംഗത്ത് വരുന്നുമുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ ഇദ്ദേഹത്തിൻ്റെ പ്രചാരണങ്ങളിലൊക്കെ ഈ ഉയർത്തിക്കാട്ടിയ പ്ലാക്കാർഡുകൾ, ബാനറുകൾ കാണണം. അതെല്ലാം ഈ മൻഹാട്ടനിലെ, ലോകത്തിലെ സമ്പത്തിൻ്റെ മുക്കാലും അടിഞ്ഞുകൂടിയിരിക്കുന്നത് മൻഹാട്ടനിലാണല്ലോ, ന്യൂയോർക്ക് സിറ്റിയിൽ. അപ്പോൾ ആ ന്യൂയോർക്ക് സിറ്റിയിൽ ആ പണക്കാർക്കെതിരെയുള്ള ആ വൈരാഗ്യത്തോടുള്ള, അവരെ പച്ചത്തെറി പറഞ്ഞുകൊണ്ടുള്ള ബാനറുകളും പോസ്റ്ററുകളുമാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ആളുകൾ അത് പിടിച്ചിരിക്കുന്ന ഈ കറുത്തവർഗ്ഗക്കാരും അങ്ങനെയുള്ള വനിതകളും മറ്റവരും ഒക്കെയാണ്. എന്ന് പറഞ്ഞാൽ അത്രയധികം അമർഷം ഈ പണക്കാരോട് ഈ ന്യൂയോർക്ക് സിറ്റിയിലെ ജനങ്ങൾക്കുണ്ട്. ആ ജനങ്ങളുടെ ആ ഒരു വൈരാഗ്യത്തോടുള്ള ഒരു സമീപനം. അപ്പോൾ ഇത്രയും കാലം നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ സമ്പന്നര് ഉള്ളതിൽ നമുക്ക് വിരോധമൊന്നുമില്ല. സമ്പന്നർ അവരെ എന്താ, ഈ പാബ്ലോ നെരുദ പറഞ്ഞ പോലെ അവരവരുടെ വേശ്യകളുമായിട്ട് മയാമിക്കൊക്കെ പോയിക്കോട്ടെ, നമ്മുടെ കാര്യമായിട്ട് നമ്മുടെ ജോലിയും നമ്മുടെ കൂലിയും നമ്മുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ കണക്കാക്കിയിരുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല. പണക്കാരൊരു വശത്ത് കൂടുതൽ പണക്കാരാകുന്നു, പാവങ്ങൾ തീരെ നിവൃത്തിയില്ലാത്ത രീതിയിലേക്ക് പോകുന്നു. ആ ഒരവസ്ഥ ന്യൂയോർക്ക് സിറ്റിയിൽ കാണുന്നു. അപ്പോൾ ഇത് ഈ ഫ്രഞ്ച് റെവല്യൂഷനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഫ്രാൻസിലെ ജനങ്ങൾ, ഈ പ്രത്യേകിച്ച് പാരീസിലെ ജനങ്ങൾ ഇളകി വശായി. അപ്പോൾ ആ ജനങ്ങളുടെ ആ ഒരു ഫീലിംഗ് ഈ വരേണ്യവർഗമോ അല്ലെങ്കിൽ അധികാരികളോ ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല. അവരെല്ലാം ജനങ്ങൾ എങ്ങനെ കഴിയുന്നു, ഏതെല്ലാം രീതിയിൽ എത്ര ബുദ്ധിമുട്ടിലാണ് അവരെന്ന് ഉള്ള കാര്യം ഇവരൊന്നും മനസ്സിലാക്കിയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ ന്യൂയോർക്ക് സിറ്റിയിലും ആ ജനങ്ങളുടെ വിഷമതകൾ, ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ടുള്ള ആ അസന്തുലിത അവസ്ഥ, ഇതെല്ലാം ജനങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നു. അതിനെതിരെ ശക്തമായൊരു പ്രതികരണം വന്നിരിക്കുന്നു. അതിനെതിരെ ഒരു സ്ഥാനാർത്ഥി രംഗത്ത് വന്നപ്പോൾ ശക്തനായ ഒരു സ്ഥാനാർത്ഥി അതേ ആശയങ്ങളും പറഞ്ഞുകൊണ്ട് ഇവിടെ ബില്യനേഴ്സൊന്നും വേണ്ട എന്നാണ് ഇപ്പം മാംദാനി പറയുന്നത്. ബില്യണർമാരൊക്കെ അവരുടെ വഴിക്ക് പോട്ടെ, സാധാരണക്കാരുടെ ആ ഇൻകം ഡിസ്പാരിറ്റി, ആളുകൾ തമ്മിലുള്ള ആ സാമ്പത്തിക വിടവ് അത് കുറയണം, ആളുകൾക്ക് ജീവിക്കാൻ മതിയായിട്ടുള്ള അവസരം ഉണ്ടാവണം, ഈ വില കുറച്ച് സാധനങ്ങൾ കിട്ടണം, അതുപോലെ തന്നെ റെൻറ്റ് കൺട്രോൾഡായിട്ടുള്ള റെൻറ്റ് കൂട്ടാൻ പാടില്ല. അപ്പോൾ റെൻറ്റ് കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഏകദേശം 1.1 മില്യൺ ആളുകൾ ഈ റെൻറ്റ് കൺട്രോൾഡായിട്ടുള്ള വീടുകളിൽ താമസിക്കുന്നുണ്ട്. അത് $200-300 കൊടുത്താൽ നല്ല ഒന്നാം തരം അപ്പാർട്ട്മെൻറ്റും ഒക്കെയാണ് അവർക്ക് കാലാകാലങ്ങളായിട്ട് അവർ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെൻറ്റ് കൂട്ടാൻ പാടില്ല എന്നാണ് മാംദാനി പറയുന്നത്. അപ്പോൾ അവരെല്ലാം തീർച്ചയായിട്ടും അദ്ദേഹത്തെ അനുകൂലിക്കുന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതുപോലെയാണ് ഫ്രീ ഗ്രോസറി, ഈ ഫ്രീ ബസ് റൈഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു പോപ്പുലിസ്റ്റ്
പിന്നെ നയങ്ങളായിട്ട് മാറിയിരിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം ആളുകൾക്ക് പണമില്ല, പിന്നെ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളൊരവസ്ഥ. അത് മറ്റ് പൊളിറ്റീഷ്യൻസ് ഒന്നും കാണുന്നില്ല, അവരെല്ലാം മറ്റു കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിയിലുള്ളവർ LGBTQ, അതുപോലെ തന്നെ അബേർഷൻ, ഇതൊക്കെയാണ് അവരുടെ മെയിൻ പ്രശ്നങ്ങൾ. അല്ലാതെ ഈ പിന്നെ ആളുകളുടെ അടിസ്ഥാന പ്രശ്നങ്ങളോ വീടില്ലാതെ ആളുകൾ കഴിയുന്നതോ ഇതൊന്നും അവരെ ബാധിക്കുന്ന കാര്യങ്ങളല്ല, അവർ ചിന്തിക്കുന്ന കാര്യങ്ങളല്ല. അപ്പം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു ബി ടീമായിട്ട് പിന്നെ അവരും പിന്നെ അങ്ങോട്ട് പോകുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചിന്തിക്കുന്നില്ല. അപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നപ്പോഴത്തേക്ക് ജനങ്ങളെല്ലാം അയാളുടെ കൂടെ കൂടി. അപ്പം അത് ഇലക്ഷനിൽ ഇനിയിപ്പോൾ അങ്ങേരെ മറികടക്കുക എളുപ്പമുള്ള കാര്യമല്ല. എന്ന് മാത്രമല്ല, ഈ 33 വയസ്സുള്ള ആ യുവത്വത്തിൻ്റെ പ്രതീകം, യുവത്വം തുടിക്കുന്ന മംദാനിക്കെതിരെ ഈ വയസ്സൻ കോമോയും പിന്നെ അതുപോലെയൊക്കെയുള്ള ആളുകൾ ഇനിയിപ്പം മത്സരിക്കുന്ന ആരാ ഇനിയും പിന്നെ മത്സരിക്കുന്നത്? കോമോ വീണ്ടും മത്സരിക്കുന്നുണ്ട്, പിന്നെ ഇൻഡിപെൻഡൻ്റായിട്ട് മത്സരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം നിലവിലുള്ള മേയർ എറിക് ആഡംസ്, അദ്ദേഹത്തിനാണെങ്കിൽ യാതൊരു വിശ്വാസ്യതയുമില്ല. പിന്നെ ട്രംപിൻ്റെ കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറി ആടിക്കളിച്ച് നിൽക്കുന്നു. പിന്നെ കർട്ടിസ് ലീവ എന്ന് പറഞ്ഞ ഒരു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി, അദ്ദേഹവും രംഗത്ത് വരുമെന്നാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹത്തെ ഇവിടുന്ന് ഒഴിവാക്കി വാഷിങ്ടണിലേക്ക് എങ്ങാനും കൊണ്ടുപോയാൽ ആ വോട്ടുകളിലൂടെ എറിക് ആഡംസിന് കിട്ടണം എന്നാഗ്രഹിക്കുന്നവരും ഉണ്ട്. ഇതിപ്പം എങ്ങനെ കറങ്ങിത്തിരിയുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഈ മാംദാനിയെ പോലെ ഒരു യുവത്വവും കരിസ്മയുള്ള ഒരു വ്യക്തികളാരും അദ്ദേഹത്തെ എതിർക്കാനില്ല ഈ ഇലക്ഷനിൽ, നവംബറിലെ ഇലക്ഷനിൽ. എന്ന് മാത്രമല്ല, സാധാരണ ജനങ്ങളുടെ പിന്തുണ, ശക്തമായ പിന്തുണയുണ്ട് താനും. ഇദ്ദേഹം മുസ്ലിമാണെന്നോ പിന്നെ ഇന്തിഫാദ പിന്നെ ഗ്ലോബലൈസ് ചെയ്യണമെന്ന് പറഞ്ഞെന്നോ അതൊന്നും അവർ കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ വ്യക്തമായിട്ടുള്ള കാര്യം. ആകപ്പാടെ ഈ പിന്നെ യഹൂദരുടെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം ആൻറ്റിസെമിറ്റിക് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുമായിട്ട് കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കുമായിരിക്കും. പക്ഷേ ഇതിൽ നഷ്ടപ്പെടുന്ന ഒരു കൂട്ടർ ഈ RSS BJP അനുകൂലികളായ ഹിന്ദുക്കളാണ്. കാരണം ഇദ്ദേഹം ശക്തമായിട്ട് പ്രധാനമന്ത്രി മോഡിക്കെതിരെയും അതുപോലെ ഗുജറാത്ത് കലാപത്തിനെതിരെയും ശക്തമായിട്ട് സംസാരിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അവർക്ക് ഇദ്ദേഹത്തോട് ഒരു ലോഹ്യപ്പെടാനായിട്ട് സാധിച്ചൊന്നും വരില്ല, എന്നാൽ തോൽപ്പിക്കാനോട്ട് കഴിയുകയുമില്ല. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ.